നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭ തിരുനക്കര വാർഡിൽ LDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ലതിക സുഭാഷ് ജനവിധി തേടും. കുമാരനെല്ലൂരിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം, മുഖത്തെ എല്ല് പൊട്ടി, കാഴ്ചയ്ക്ക് തകരാർ, ഭർത്താവിനെ പോലീസ് തിരയുന്നു. തിരുവഞ്ചൂരിൽ യുവതിയെ ആഭിചാരകർമ്മം നടത്തിയ കേസ് പ്രതികളായ ഭർത്താവ് ഉൾപ്പെടെ 3 പേരെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ഭർത്തൃമാതാവും സഹോദരിയും ഇപ്പോഴും ഒളിവിൽ. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം 3ാം ദിനവും നൃത്ത ഇനങ്ങൾ വേദി കീഴടക്കി. മോണോ ആക്ടിലും മിമിക്രിയിലും ദേശഭക്തി ഗാനത്തിലും നിറഞ്ഞ സാന്നിധ്യം. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭ തിരുനക്കര 48ാം വാർഡിൽ LDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. തിരുനക്കരയിൽ NCP സ്ഥാനാർത്ഥിയായ ലതിക സുഭാഷ് മത്സരിക്കും. കോട്ടയം നഗരസഭയിൽ തിരുനക്കര 48ാം വാർഡിൽ LDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. കോട്ടയം നഗരസഭയിൽ NCPക്ക് വിട്ടു നൽകിയ തിരുനക്കര വാർഡിൽ ലതിക സുഭാഷ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നഗരമാതാവാകാനാണ് ലതികയെ NCP രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി ചർച്ചയിലാണ് LDF തിരുനക്കര വാർഡ് NCPക്ക് സീറ്റ് വിട്ടു നൽകിയത്. ഈ വാർഡിലാണ് ഇന്ന് ചേർന്ന NCP മണ്ഡലം കമ്മിറ്റി യോഗം ലതിക സുഭാഷിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. ഏറ്റവും സമഗ്രമായി ഓരോ വാർഡിനെ കുറിച്ചും ഓരോ പ്രകടനപത്രം ഉണ്ടാവും. പൊതുവിൽ നഗരസഭയുടെ പ്രകടനപത്രം ഉണ്ടാവും. ഏറ്റവും മികവാർന്നൊരു സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. UDF ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്നടിയും, BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാമമാത്രമാകും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോട്ടയം നഗരസഭയിൽ UDF തകർന്നടിയും, BJP നാമമാത്രമാകും. ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് 5 കൊല്ലക്കാലം കോട്ടയം ഭരണം നടത്തിയത്. തീവ്രമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള, പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾ വരുമ്പോൾ ചരിത്രം വഴിമാറും. ലതിക സുഭാഷ് വരുമ്പോൾ ചരിത്രം വഴിമാറുകയാണ് കോട്ടയത്ത്. ഇതോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഔദ്യോഗിക പ്രചരണത്തിന് തുടക്കമായി. നിലവിൽ NCP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ലതിക സുഭാഷ്. LDF നേതാക്കളായ അഡ്വക്കേറ്റ് K അനിൽകുമാർ, TC ബിനോയ്, രാജീവ് നെല്ലിക്കുന്നൽ, CPM ലോക്കൽ സെക്രട്ടറി B രാജീവ്, ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് കുമാർ, വാർഡ് സെക്രട്ടറി അരുൺകുമാർ, NCP നേതാക്കളായ സാബു മുരിക്കുവേലി, ഗ്ലാഡ്സൺ ജേക്കബ്, ബാബു കപ്പക്കാല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കുമാരനെല്ലൂരിൽ യുവതിക്ക് നേരെ ഭർത്താവിന് ക്രൂരമർദ്ദനം. 39-കാരിയായ രമ്യ മോഹനെയാണ് ഭർത്താവ് ജയൻ മർദ്ദിച്ചത്. യുവതിയുടെ മുഖത്തെ അസ്ഥിക്ക് പൊട്ടലുണ്ടാവുകയും കാഴ്ചയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തു. പ്രതി ഒളിവിലാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കാൻ വേണ്ടി നോക്കിയതാണ്. അയാളുടെ ജീവിതത്തിനും അയാളുടെ തടസ്സത്തിനും അതിനെല്ലാത്തിനും മെയിനായിട്ടുള്ള തടസ്സക്കാരി ഞാൻ മാത്രമാണ്. അയാൾ പറയുന്നത് ഭാര്യയായിട്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ സ്വത്തിന് ഞാൻ അവകാശിയാണ്. അങ്ങനെ നീയും മക്കളും, എനിക്ക് 3 മക്കളാണ് ഉള്ളത്, നീയും 3 മക്കളും അങ്ങനെ സുഖിച്ച് വാഴേണ്ടെന്ന്, ഇനി ഒന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനു മുന്നേ ഒരുപാട് തവണ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലതവണ കേസുകൾ ഉണ്ടായപ്പോൾ പോലും ഭീഷണിയിലും വഴങ്ങിയിട്ടും അല്ലാതെയൊക്കെ ഞാൻ അയാൾ ഓരോ കേസിലും കോംപ്രമൈസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പോലും ഒരിക്കൽ പോലും അയാൾ നന്നായില്ല. സമാനതകളില്ലാത്ത ശാരീരിക പീഡനമാണ് രമ്യ മോഹൻ ഭർത്താവ് ജയനിൽ നിന്നും നേരിട്ടത്. യുവതിയുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 19 വർഷവും ശാരീരിക ഉപദ്രവം നേരിട്ടതായും 3 മക്കളെ ഓർത്താണ് ഇത്രനാൾ സഹിച്ചതെന്നും ഇവർ പറയുന്നു. എൻ്റെ 3 കുഞ്ഞുങ്ങളുടെ ജീവന് ഇപ്പം ഭീഷണിയുണ്ട്. ഇതിനു മുന്നേ എൻ്റെ കൊച്ചുങ്ങളെ അകത്ത് പൂട്ടി വെച്ച് ഭീഷണിപ്പെടുത്തി അയാൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറകിൽ നിൽക്കാനായിട്ട് അയാളുടെ 2 പെങ്ങന്മാരും ഉണ്ട്, അയാളുടെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അത് കോടികളോ അതിന് മേലോ അയാൾ ഇറക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലില്ലാത്തത് പൈസ. അയാൾ പറയുന്നുണ്ട് അയാളുടെ പൈസയ്ക്ക് ഒരിക്കലും നമുക്കാർക്കും വിലയിടാനായിട്ട് പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കണം. എനിക്ക് പറ്റാവുന്നത്ര ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ശനിയാഴ്ച രാത്രിയാണ് വാടക വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ആക്രമണം നടത്തിയത്. 1.5 മണിക്കൂർ മർദ്ദനം തുടർന്നു. മൂക്കിൽ നിന്നും രക്തം വാർന്നു. മകൾ അറിയിച്ചതോടെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിശോധനയിൽ മുഖത്തെ എല്ലിന് പൊട്ടലും റെറ്റിനയ്ക്ക് തകരാറും കണ്ടെത്തി. യുവതിയുടെ പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡന വകുപ്പും ചേർക്കും. പ്രതിയായ ജയൻ രവീന്ദ്രൻ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരത്തിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കേസിലെ പ്രതിയായ യുവതിയുടെ ഭർതൃമാതാവ് ഇപ്പോഴും ഒളിവിലാണ്. കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ 3 പ്രതികളെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മന്ത്രവാദി പത്തനംതിട്ട സ്വദേശി ശിവദാസ്, യുവതിയുടെ ഭർത്താവ് അഖിൽ ദാസ്, അച്ഛൻ ദാസ് എന്നിവരെയാണ് വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. റിമാൻഡിലായിരുന്ന ഇവരെ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിനുമായി മണർകാട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു. യുവതിയുടെ ശരീരത്തിൽ ദുരാത്മാക്കൾ ഉണ്ടെന്നും അവയെ ഒഴിപ്പിക്കാനായി യുവതിയെ ബലമായി മദ്യം നൽകി ബീഡി വലിപ്പിക്കുകയും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ്. മന്ത്രവാദി ശിവദാസ് പൂജയ്ക്ക് കൊണ്ടുവന്ന വസ്തുക്കളും വീട്ടിൽ നിന്നും കണ്ടെത്തി. ഭർതൃമാതാവ് സൗമിനിയും അഖിലിന്റെ സഹോദരിയും ഒളിവിലാണ്. ഇവർക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവിന് കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച് കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം 3 ദിവസം പിന്നിട്ടു. 3ാം ദിനവും നൃത്തയിനങ്ങൾക്കായിരുന്നു പ്രാധാന്യം. ചിറക്കടവ് ഗ്രാമത്തിന് ഉത്സവ ഛായ പകർന്ന് കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം. തരംഗം 2025 എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിന് സെന്റ് ഇഫ്രേംസ് ഹൈസ്കൂളാണ് പ്രധാന വേദി. കലോത്സവത്തിന്റെ 3ാം നാൾ നാടോടി നൃത്തം, മോണോ ആക്ട്, ദേശഭക്തിഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ ഇനങ്ങളിൽ ആവേശത്തോടെ കലാപ്രതിഭകൾ മാറ്റുരച്ചു. നാടൻ ഈണത്തിന് ചുവടുവെച്ച് അരങ്ങേറിയ നാടോടി നൃത്തം കാഴ്ചക്കാരെ ആകർഷിച്ചു. ദേശഭക്തി വിളിച്ചോതുന്ന ദേശഭക്തി ഗാനവും മത്സരാർത്ഥിയുടെ കർണാടക സംഗീതത്തിലെ അറിവ് വെളിവാക്കുന്ന ശാസ്ത്രീയ സംഗീതവും ആസ്വാദ്യകരമായി. മോണോ ആക്ടിലും പദ്യം ചൊല്ലലിലും മാപ്പിളപ്പാട്ടിലും കുട്ടികൾ മികച്ച പ്രകടനം പുറത്തെടുത്തു. ആരാ എന്താ
സമാപന ദിവസമായ വെള്ളിയാഴ്ച തിരുവാതിര, ഇരുള നൃത്തം, പാലിയ നൃത്തം, മലപ്പുലിയാട്ടം, വാദ്യോപകരണ വാദനം തുടങ്ങിയവയിൽ മത്സരം നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പിൻവലിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ 5000 രൂപയാക്കുക, രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പിൻവലിക്കുക, 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗമാകാൻ ഒരു അവസരം കൂടി നൽകുക, സംഗീത നാടക അക്കാദമി വഴി നൽകുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ടൗൺ ചുറ്റി നടന്ന പ്രകടനം കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് GK പിള്ള തെക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ധർണയുടെ ലക്ഷ്യം കേരളത്തിലെ കലാകാരന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമനിധി പെൻഷൻ 4000-ൽ നിന്ന് 5000 രൂപയാക്കുക എന്ന ഒരു കാര്യവും, ക്ഷേമ പെൻഷൻ അതായത് വിധവ പെൻഷൻ, പ്രായമായവർക്ക് കിട്ടുന്ന പെൻഷൻ, അതുപോലെയുള്ള വിവിധ ക്ഷേമ പെൻഷനുകളായ സവാക് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷാജി സ്കറിയ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി VA വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MD വിശ്വനാഥൻ, അജി ചാലക്കേരി, ഹനീഫ VT തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചിറക്കടവ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചു. വാർഡ് 2-ൽ ഷിനി സെബാസ്റ്റ്യനും 8-ൽ ഇന്ദുകല S നായരും, വാർഡ് 11-ൽ ലാജി തോമസ് മാടത്താനിക്കുന്നിലും, വാർഡ് 14-ൽ PC ത്രേസ്യാമ്മയും, 15-ൽ K ചന്ദ്രമോഹനും മത്സരിക്കും. വാർഡ് 16-ൽ സേതു മാന്താട്ടാണ് സ്ഥാനാർത്ഥി. വാർഡ് 20-ൽ അൻസല അബ്ബാസും ജനവിധി തേടും. ഏറ്റുമാനൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിം അലക്സും പ്രവർത്തകരും കൂട്ടത്തോടെ മാണി ഗ്രൂപ്പിൽ. ജിം അലക്സ് ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിലും ആശ റജി ഏറ്റുമാനൂർ ബ്ലോക്കിലേക്കും കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളാകും. അതിരമ്പുഴയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം പിടിച്ചെടുത്തിരുന്നു. പാലാ മൂന്നാനി ഗാന്ധി സ്ക്വയറിന് സമീപം ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. ഇന്നലെ പുലർച്ചെയാണ് ടാങ്കർ ലോറിയിൽ മാലിന്യം എത്തിച്ച് തള്ളിയത്. നടപടിയെടുക്കാത്തതിൽ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ രംഗത്ത് വന്നു. പാലാ മൂന്നാനി ഗാന്ധി സ്ക്വയറിന് സമീപം ശുചിമുറി മാലിന്യ നിക്ഷേപം പതിവായി. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമുയർന്നു. നാട്ടുകാർ മൂന്നാനി ഗാന്ധി സ്ക്വയറിന് സമീപം പ്രതിഷേധ ധർണ നടത്തി. പോലീസ് അടക്കമുള്ള അധികൃതർ തുടരുന്ന അലംഭാവം മൂലം മൂന്നാനി ഗാന്ധി സ്ക്വയറിന് സമീപം സാമൂഹ്യവിരുദ്ധർ അനധികൃത ശുചിമുറി മാലിന്യ നിക്ഷേപ കേന്ദ്രം തുറന്നു. നിരന്തരം ഇവിടെ ശുചിമുറി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നടപടിയെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ടൺ കണക്കിന് ശുചിമുറി മാലിന്യം ടാങ്കർ ലോറിയിൽ ഇവിടെ എത്തിച്ച് മുനിസിപ്പാലിറ്റിയിലേക്ക് വെള്ളമൊഴുക്കുന്ന ഓടയിൽ തള്ളിയ ശേഷം സാമൂഹ്യവിരുദ്ധർ കടന്നു കളഞ്ഞു. പാലാ ഭാഗത്തു നിന്നും വന്ന ശുചിമുറി മാലിന്യം നിറച്ച ടാങ്കർ ലോറി റോഡ് സൈഡിലേക്ക് അടുപ്പിക്കുന്നതും CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. രാവിലെ ദുർഗന്ധം വമിച്ചപ്പോൾ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ അധികൃതർ ബ്ലീച്ചിംഗ് പൗഡർ വിതറി മടങ്ങി. പ്രതിഷേധ ധർണ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ AB J ജോസ് ഉദ്ഘാടനം ചെയ്തു. ശുചിമുറി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിരന്തരം പോലീസ് പരിശോധനയും സാന്നിധ്യവും ഉണ്ടായിരുന്നിട്ടും യാതൊരു തടസ്സവും കൂടാതെ സാമൂഹ്യവിരുദ്ധർ ശുചിമുറി മാലിന്യം നിരന്തരം തള്ളുന്നതും കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് സാധിക്കാത്തതും ദുരൂഹമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ആശാ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ജിതിക ജോസഫ് കോൺഗ്രസിൽ ചേർന്നു. കേരള കോൺഗ്രസ് അംഗമായിരുന്നു ജിതിക ജോസഫ്. ആശാ സമരത്തിന് നേതൃത്വം നൽകിയതിനും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചതിന്റെ പേരിലും ജോലിയിൽ നിന്നും ജിതികയെ പിരിച്ചുവിട്ടിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭ തിരുനക്കര വാർഡിൽ LDFന് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ലതിക സുഭാഷ് ജനവിധി തേടും. കുമാരനെല്ലൂരിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം, മുഖത്തെ എല്ല് പൊട്ടി, കാഴ്ചയ്ക്ക് തകരാർ, ഭർത്താവിനെ പോലീസ് തിരയുന്നു. തിരുവഞ്ചൂരിൽ യുവതിയെ ആഭിചാരകർമ്മം നടത്തിയ കേസ് പ്രതികളായ ഭർത്താവ് ഉൾപ്പെടെ 3 പേരെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ഭർത്തൃമാതാവും സഹോദരിയും ഇപ്പോഴും ഒളിവിൽ. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം 3ാം ദിനവും നൃത്ത ഇനങ്ങൾ വേദി കീഴടക്കി. ഓണ ആക്ടിലും മിമിക്രിയിലും ദേശഭക്തി ഗാനത്തിലും നിറഞ്ഞ സാന്നിധ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.